ബീന ചേച്ചിയെ കുറച്ച് കാലമായിട്ട് പരിചയമുണ്ട്. പരിചയം ആകസ്മികമായി തുടങ്ങിയതാണ്. ക്ലാസ് എനിക്ക് ആകസ്മികമായി തുടങ്ങിയാണ്. പക്ഷെ ഞങ്ങളൊരു സെറൻഡിപ്പിറ്റി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം യോഗിനി ഹൃദയമാണെന്ന് തോന്നുന്നല്ലേ ആദ്യത്തെ ക്ലാസ്. അപ്പോൾ യോഗിനി ഹൃദയം ക്ലാസ് എടുത്ത സമയത്താണ് ആദ്യമായിട്ട് ബീന ചേച്ചിയെ കണ്ടത്. അതിനുശേഷം എനിക്ക് യോഗിനികളെക്കുറിച്ചുള്ള പുസ്തകം തന്നു. അപ്പോൾ അതൊരു വലിയ അത്ഭുതമായിരുന്നു, ഒരാൾ യോഗിനികളുടെ പുറകെ പോവുക എന്ന് പറഞ്ഞാൽ. ഒരിക്കൽ പോണ്ടിച്ചേരിയിൽ ഒരു പ്രഭാഷണം, കളരി ഗ്രാമത്തിലൊരു പ്രഭാഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ തന്ത്രോത്സവം എന്നാണ് പരിപാടിയുടെ പേര്. എല്ലാ തന്ത്രോത്സവത്തിനും എൻ്റെ ഒരു ടോക്ക് ഉണ്ടാവാറുണ്ട്. ആദ്യത്തെ തന്ത്രോത്സവം മുതൽ ഈ വർഷത്തെ 4ാമത്തെയാണ്. അപ്പോൾ കാളി ആണ് ആദ്യം സംസാരിച്ചത്, താര രണ്ടാമത്തെ തവണ, മൂന്നാമത്തെ തവണ ചിന്നമസ്തയായിരുന്നു. ഇത്തവണ കുബ്ജികയാണ്. 3-നും 4-നുമാണ് പോണ്ടിച്ചേരി. ചിന്നമസ്ത ടോക്ക് 2 ദിവസത്തേക്കായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ 2ാമത്തെ ദിവസം എനിക്ക് അത്യാവശ്യമായിട്ട് എവിടെയോ പോകേണ്ട കാര്യം വന്നു. അപ്പം കളരിഗ്രാമം നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അവർക്ക് കൊടുത്തൊരു ഡേറ്റിൽ വേറെ സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവും. വേറൊരാൾ ആര് സംസാരിക്കും ചിന്നമസ്തയെക്കുറിച്ച്? അത് വലിയ ഒരു പ്രയാസമുള്ള കാര്യമാണ് അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ. ആ സമയത്താണ് ബീന ചേച്ചി എന്നോട് ചോദിക്കുന്നത്, ഞാൻ ചെന്നൈയിലുണ്ട്, രാംജി എവിടെയാണുള്ളത്, പോണ്ടിച്ചേരി വന്നാൽ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പോണ്ടിച്ചേരി അന്ന് കണ്ടില്ലല്ലേ, പോണ്ടിച്ചേരി അന്ന് അപ്പോൾ കണ്ടോ? അപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ടത് കൂടാതെ ഒരു പണിയും കൂടി തരാം, നാളെ ഒരു ടോക്ക് ഉണ്ട്, അതിന് ചിന്നമസ്തയെക്കുറിച്ച് സംസാരിക്കണം. അപ്പോൾ ആ സമയത്ത് ഹിന്ദു വന്നു അല്ലേ പത്രം. ഹിന്ദു പത്രത്തിൽ ചിന്നമസ്തയെക്കുറിച്ചൊരു ലേഖനം, ഇവരുടെ ഒരു ലേഖനം ആ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ യോഗിനി പെയിൻറ്റിങ്സിനൊക്കെ ബന്ധപ്പെട്ട് അതും ഒരുമിച്ച് വന്നു. അപ്പം എന്തുകൊണ്ടും ചിന്നമസ്തയെക്കുറിച്ച് സംസാരിക്കാൻ യോഗ്യയായിട്ടുള്ള ഒരാൾ ആ സമയത്ത് ചിന്നമസ്ത കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ചു. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം നേരിട്ട് കണ്ടിട്ട് ആരംഭിക്കുന്നത്. അതിനുശേഷം വേവ്സ് ഓഫ് ബ്ലിസ് പരിപാടിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് കാലമായിട്ട് ഒരുമിച്ചുണ്ട്. ഒരേ സമാന മനസ്കരായിട്ടുള്ള ആളുകൾ എവിടെയെങ്കിലും കൂട്ടിമുട്ടും എന്നാണല്ലോ പറയാം. ഈ കൂട്ടിമുട്ടും എന്ന വാക്കിനൊരു പ്രത്യേകത ഉണ്ട്. കൂട്ടിമുട്ടുക എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുക എന്നാണ് അർത്ഥം. യോജിപ്പിക്കുന്നതാണ് യോഗ. യുജ് എന്ന് പറഞ്ഞ ധാതുവാണ് യോജിപ്പിക്കുക. യുജ് എന്ന ധാതു എന്നാണ് യോഗ എന്ന വാക്കുണ്ടാവുന്നത്. അങ്ങനെയെങ്കിൽ യോജിപ്പിക്കുന്നതാണ് യോഗയെങ്കിൽ യോജിപ്പിക്കുന്നവളാണ് യോഗിനി. അതാണ് അതിൻ്റെ അർത്ഥം. ഏറ്റവും സിമ്പിളായിട്ട് യോഗിനി എന്ന വാക്കിൻ്റെ അർത്ഥം യോജിപ്പിക്കുന്നവൾ എന്നാണ്. എന്തിനെ യോജിപ്പിക്കുന്നവൾ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ ചിത്രങ്ങളിലൂടെയൊക്കെ പോകുന്ന സമയത്ത് പലതരം യോഗിനി, 64 പേരാണ് അവിടെ, 64 യോഗിനി, 64 ഉണ്ട്. അതിൻ്റെ മേലേക്ക് 82 അങ്ങനെയൊക്കെയുള്ളൊരു കണക്കുണ്ട്. ആ കണക്കുകളിലൊക്കെ യോഗിനികളുടെ സംഖ്യ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എത്ര വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. അഭിനവഗുപ്ത മഹാപ്രഭു, കശ്മീര ശൈവത്തിലെ ഏറ്റവും ഉയർന്ന ശിരസായിട്ടുള്ള അഭിനവ് ഗുപ്തൻ ആ കണക്കുണ്ടാവുന്നതിനെക്കുറിച്ച് അതിമനോഹരമായ രീതിയിൽ ഗോപ്യമായി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതിങ്ങനെ ഈ 64 എന്ന സംഖ്യ കിട്ടുന്നത്? ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് 64? ഭാരതത്തിലെല്ലാം 64ആണ്. 64 ഒരു ഇൻഫിനിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യയാണ്. ഇൻഫിനിറ്റിയാണ് 64 എന്ന സംഖ്യ കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ വിനോദം ആണ് ചെസ്സ്, അല്ലേ? ഭാരതത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. ചെസ്സിൽ 64 കള്ളിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ സിനിമ ഷൂട്ടിംഗ് സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ ചെസ്സിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഇതൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു രാജാവ് ഒരാളോട് വലിയ തൃപ്തി ഉണ്ടായ സമയത്ത് നിനക്ക് എന്താ വേണ്ടത് വെച്ചാൽ അത് തരാം എന്ന് പറഞ്ഞു. ഈ കഥ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് ഈ ചെസ്സ് കളിയിൽ അരിമണി നിറച്ച് തന്നാൽ മതി. ചെസ്സ് കളിയിൽ നിറയ്ക്കാൻ പറ്റുന്ന അത്രയും അരിമണി തന്നാൽ മതി എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു, ഇത് എന്തൊരു ചെറിയ കാര്യമാണ്, ഒരാൾക്ക് എത്ര എളുപ്പത്തിൽ വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. രാജാവിനെ സംബന്ധിച്ച് അതൊരു ഇതല്ല, രാജാവിനെ കളിയാക്കിയ പോലെയാണ്. ശരി, അപ്പോൾ എങ്ങനെയാണ് അത് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആ 1ാമത്തെ കള്ളിയിൽ 1 അരിമണി, 2ാമത്തെ കള്ളിയിൽ 2 അരിമണി, 3ാമത്തെ കള്ളിയിൽ 4 അരിമണി, 4ാമത്തെ കള്ളിയിൽ 8 അരിമണി,
അഞ്ചാമത്തെ കള്ളിയിൽ 16 അരിമണി. അങ്ങനെ തൊട്ട മുമ്പത്തെ കള്ളിയിൽ വെച്ചാൽ അതിങ്ങനെ ഇരട്ടിച്ച് പോകുന്ന പോലെ അരിമണി വേണം എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു അതിനെന്ത് അരിമണിയല്ലേ. അങ്ങനെ വെക്കാൻ തുടങ്ങി. പകുതി ആയപ്പോഴേക്കും രാജാവിൻ്റെ ഗ്രാനറിയിലുള്ള അരി തീർന്നു. അപ്പോൾ അത്ഭുതമായി. എന്നാൽ പിന്നെ കടം വാങ്ങാൻ പറഞ്ഞു. മോശമല്ലേ? ആ രാജ്യത്തുള്ള മുഴുവൻ അരിമണി വെച്ചാലും ചെസ് കള്ളിയിലുള്ള അരിമണി നമുക്ക് പൂർത്തിയാക്കാൻ പറ്റൂല എന്ന് ജിയോമെട്രിക് പ്രോഗ്രഷനെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി കണക്ക് അധ്യാപകൻ പണ്ട് എനിക്കൊരു കഥ പറഞ്ഞെന്ന് ഓർക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കുകയാണ്, അതിപ്പം 64 ആവണ്ട കേട്ടോ, അല്ലെങ്കിലും ഈ 64ൻ്റെ ഇൻഫിനിറ്റ് പോസിബിലിറ്റി എന്തുകൊണ്ട് ഭാരതം ഇങ്ങനെ ചിന്തിച്ചു എന്നുള്ളതാണ്. എന്താണ് ഈ 64? ഇൻഫിനിറ്റി ഇൻറ്റു ഇൻഫിനിറ്റി എന്നാണ്. ഇൻഫിനിറ്റിയെ സൂചിപ്പിക്കുവാൻ നാം കാണിക്കുന്ന സംഖ്യയാണ് 8. 8 ഇൻഫിനിറ്റ് ലൂപ്പാണ് അല്ലേ? ഇൻഫിനിറ്റീൻ്റെ ചിഹ്നമാണ് 8. 8 ഇൻറ്റു 8, ഇൻഫിനിറ്റി ഇൻറ്റു ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി തന്നെയാണ്. പക്ഷേ അതൊന്ന് ഇരട്ടിപ്പിക്കുക, ഒന്നുകൂടെ ഇരട്ടിപ്പിക്കുക. ഒന്നുകൂടെ ഇരട്ടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യത്തെ അല്ല പറയുന്നത്. ഇൻഫിനിറ്റിയെ ഇൻഫിനിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഇൻഫിനിറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ആശയമാണോ? ആശയമല്ല. പ്രപഞ്ചം ഇൻഫിനിറ്റാണ്. നമുക്ക് പ്രപഞ്ചത്തിൻ്റെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള സ്വഭാവത്തെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റില്ല. നമ്മൾ പറയും പ്രപഞ്ചം ഇൻഫിനിറ്റാണ് എന്ന് ശാസ്ത്രം പറയുന്നു, അതുകൊണ്ട് ഇൻഫിനിറ്റാണ്. കവി വളരെ രസകരമായിട്ട് പറഞ്ഞു, അനന്തം അജ്ഞാതം അവർണ്ണനീയം എന്ന് പറഞ്ഞു. അനന്തം അജ്ഞാതം അവർണ്ണനീയം. ഇതിൻ്റെ ഒരു ഭാഗത്തിരിക്കുന്ന മനുഷ്യന് ഇത് കാണാൻ പറ്റുന്നില്ല. ഇൻഫിനിറ്റിയെ നമുക്ക് ചിന്തിക്കാൻ പറ്റൂല എന്ന് പറയാൻ ഏറ്റവും നല്ലൊരു തോട്ട് എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഞാൻ നിങ്ങളോട് ഒരു സർക്കിള് ഇമാജിൻ ചെയ്യാൻ പറയാണ്, വിഷ്വലൈസ് ചെയ്യാൻ പറയാണ്. പറ്റുന്നുണ്ടോ? സാധാരണ ഒരു സർക്കിള്, ഡെക്കറേഷൻ ഒന്നും വേണ്ട, സാധാരണ ഒരു സർക്കിൾ. പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഈ സർക്കിള് മാത്രമാണോ നിങ്ങളുടെ മനസ്സിൽ വന്നേ? സെൻറ്ററിലൊരു ബിന്ദു ഉണ്ട്, അത് നിങ്ങൾ വരയ്ക്കുന്ന ആളായിരിക്കും. ബിന്ദു ഇടാനൊന്നും ഞാൻ പറഞ്ഞില്ലേ? ശരി, ഞാനൊരു സർക്കിൾ ആലോചിക്കാനാണ് പറഞ്ഞത്. സർക്കിൾ മാത്രമാണ് നിങ്ങളുടെ മനസ്സിൽ വന്നത്, അതോ സർക്കിൾ നിൽക്കുന്ന ഒരു സ്പേസ് ഉണ്ടോ? ഉണ്ടോ? ഞാൻ സ്പേസ് ആലോചിക്കാൻ പറഞ്ഞോ? നിങ്ങൾ സ്പേസ് ആലോചിക്കണ്ട, സർക്കിൾ മാത്രം ഒന്ന് ആലോചിക്കൂ. പറ്റുന്നുണ്ടോ? മനസ്സിന് അത് പറ്റില്ല. എന്തൊരു മനസ്സിന് പറ്റാത്ത? മനസ്സ് പറയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു വട്ടാണ്, ആ വട്ടം നിങ്ങളുടെ നോൺ സ്പേസ് ആണ്. ദർ ഇസ് എ സ്പേസ് ബിയോണ്ട് ദാറ്റ് നോൺ സ്പേസ്, ദാറ്റ് ഇസ് ദ ഇൻഫിനൈറ്റ് സ്പേസ്. അത് അൺനോൺ ആണ്. മനസ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഓരോ സമയത്തും, നിങ്ങൾക്ക് അറിയുന്നത് ഇത്രയേ ഉള്ളൂ, അറിയാത്തത് അത്രയോ വലുതാണ്. ആ സ്പേസിന് എത്ര വലിപ്പമുണ്ടെന്ന് നമ്മളോട് ഇപ്പോൾ ചോദിച്ചാൽ ആ സ്പേസിൻ്റെ വലിപ്പം ഒന്ന് പറയൂ. ആ സ്പേസ് ഇങ്ങനെ നിങ്ങൾ എവിടെ വര വെക്കാൻ നോക്കുന്നോ വട്ടത്തിന് എത്ര വലിപ്പമുണ്ടെന്ന് വേണേൽ പറയാം, പക്ഷെ ആ സ്പേസിന് എത്ര വലിപ്പമുണ്ടെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ഓരോ തവണ സ്പേസിന് വര വെക്കാൻ നോക്കുമ്പോഴും സ്പേസ് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ശാസ്ത്രം പ്രപഞ്ചം വികസിക്കുകയാണെന്ന് പറയുന്നത് എങ്ങനെയാണ്. സോ കാമയതി ബഹുസ്യാം പ്രജായതേ. സ്വന്തം കാമത്തിൽ നിന്ന് ഞാൻ ബഹുവായി ഭവിച്ചു, ഞാൻ വീണ്ടും 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 ബഹുവായി ഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ വിസ്തീർണത്തെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഏത് ഞാൻ? അഹംബോധമായിരിക്കുന്ന ഞാൻ. ആ അഹംബോധമായിരിക്കുന്ന ഞാൻ ആരാണ്? അഹംബോധമായിരിക്കുന്ന ഞാൻ ആത്മാവാണ്, അല്ലെങ്കിൽ ബോധമാണ്, കോൺഷ്യസ്നെസ് ആണ്. കോൺഷ്യസ്നെസ് സെൻറ്ററായി നിൽക്കുന്ന ഒരു പ്രമേയത്തെക്കുറിച്ചാണ് പറയുന്നത്. ചൈതന്യം ആത്മാ. ശിവസൂത്രം ആരംഭിക്കുന്നത് ചൈതന്യം ആത്മാ എന്നാണ്. ചൈതന്യമാണ് ആത്മാവ്. രണ്ടാമത്തെ വരി എന്താണ്? ജ്ഞാനം ബന്ധ. ജ്ഞാനം ബന്ധാണ്. നോളജ് ഇസ് ലിമിറ്റേഷൻ. നോളജ് ലിമിറ്റേഷൻ ആണ്. ചൈതന്യവത്തായ ആത്മാവിനെ ലിമിറ്റഡ് ആയിട്ടുള്ള നോളജാണ് ചെറുതാക്കുന്നത്. എന്താ ലിമിറ്റഡ് ആയിട്ടുള്ള നോളജ്? ഞാൻ പുരുഷനാണ് എന്ന നോളജാണ്. പുരുഷൻ എന്ന് പറയുന്ന സമയത്ത് ജെൻഡർ ഇല്ല കേട്ടോ, ആണും പെണ്ണും ഒക്കെ. ഞാനൊരു വ്യക്തിയാണ് എന്ന ചിന്ത എന്നിൽ ഉണ്ടാക്കുന്ന സാധനത്തിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അതിനെ വേണം അജ്ഞാനം എന്ന് വിളിക്കുക. ചൈതന്യമാത്മാ ജ്ഞാനം ബന്ധ.
അപ്പോൾ ചൈതന്യമാത്മാജ്ഞാനം, അജ്ഞാനം എന്ന് വേണമെങ്കിൽ എടുക്കാം. അജ്ഞാനം എന്ന് പറയേണ്ട ആവശ്യമില്ല, ജ്ഞാനം എന്ന് പറഞ്ഞാലും ശരിയാണ്. ആ അജ്ഞാനം അല്ലെങ്കിൽ ആ ജ്ഞാനമാണ് ബന്ധം ഉണ്ടാക്കുന്നത്. ആ ജ്ഞാനം എന്താണ്? ജ്ഞാനാധിഷ്ഠാനം മാതൃക. ജ്ഞാനത്തിൻ്റെ അധിഷ്ഠാനമായിരിക്കുന്നത് മാതൃകയാണ്. എന്താ മാതൃക? മാതൃക. മാതൃ അമ്മ, ക ആര്? അമ്മ ആര്? യോനിവർഗ കലാശരീരം. ജ്ഞാനാധിഷ്ഠാനം മാതൃക. എന്താ മാതൃക? മാതൃകയാണ് ജ്ഞാനത്തിന് അധിഷ്ഠാനമായിരിക്കുന്നത്. എന്താണ് ഈ മാതൃക? മാതൃക മറ്റൊന്നുമല്ല. മാതൃക എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ നാം അറിയാൻ ഉപയോഗിക്കുന്ന കരണേശ്വരികളാണ്. കരണേശ്വരികൾ എന്ന് പറഞ്ഞാൽ കരണങ്ങൾ ഉണ്ട് നമുക്ക്. എന്താ കരണങ്ങൾ? കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. അത് 5 കരണങ്ങളാണ്, പഞ്ചകരണങ്ങൾ. ഇനി ആ പഞ്ചകരണങ്ങൾ സ്വീകരിക്കുന്നതിനെ അത് കൊണ്ടിടുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ പേര് അന്ധകരണം എന്നാണ്. അപ്പോൾ ബാഹ്യകരണങ്ങളും ഉണ്ട്, അന്ധകരണങ്ങളും ഉണ്ട്. 5 ബാഹ്യകരണങ്ങളും 3 അന്ധകരണങ്ങളും. എത്രണ്ണായി? 8 5 ബാഹ്യകരണങ്ങളും ഉണ്ട്, 3 അന്ധകരണങ്ങളും ഉണ്ട്. ഇതെന്തായി? 8 ഈ 8 തന്നെയാണ് ഈ സർവപ്രപഞ്ചത്തെ നമ്മൾ അറിയാൻ ഉപയോഗിക്കുന്നത്. ആ അറിയുന്നത് എങ്ങനെയാണ്? ജ്ഞാനമായിട്ടാണ് അറിയുന്നത്. എനിക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദം 20 dBക്കും 20,000 ഹെർട്സിൻ്റെയും ഇടയ്ക്ക് അവിടെ നിൽക്കുക അല്ലേ? അതിൻ്റെ മേലേക്ക് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. സൂപ്പർ സോണിക് വിമാനത്തിന് ഒച്ച ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് കേൾക്കാഞ്ഞിട്ടാണ്. ഇൻഫ്രാസോണിക് ശബ്ദം ഒച്ച ഇല്ലാത്തതുകൊണ്ടല്ല, എനിക്ക് കേൾക്കാത്തതുകൊണ്ട്. ഇപ്പം ഞാൻ വെറുതെ ഫോണിലൊരു സാധനം പ്ലേ ചെയ്യാം, നിങ്ങൾ ഈ കുട്ടികളൊക്കെ കേൾക്കും. ഈ കുട്ടികൾ കേൾക്കും, 13 വയസ്സിന് താഴെയുള്ള എല്ലാവരും കേൾക്കും. ഞാൻ ഇതിൽ പ്ലേ ചെയ്ത് കാണിക്കാം, നിങ്ങളാരും കേൾക്കില്ല. മോസ്കിറ്റോ എന്ന് പറഞ്ഞ സാധനം നോക്കിയാൽ മതി. മോസ്കിറ്റോ അലാമാണ്. അത് ഈ യൂറോപ്പിലൊക്കെ വലിയ വലിയ വിമർശനമൊക്കെ ഏറ്റുവാങ്ങി. നെതർലാൻഡിലെങ്ങാനും ഇത് പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുവച്ചു. ഈ കുട്ടികൾ കൂട്ടം കൂടി നിന്നിട്ട് ഡ്രഗ് യൂസ് അങ്ങനത്തെ ഒക്കെ വെക്കാൻ പ്രയാസമാവുന്ന സമയത്ത് ഈ അലാംസ് വെച്ചു. ഇത് ശബ്ദം കേട്ട കുട്ടികൾ ഓടിപ്പോകും. കൊതുക് ഒച്ചുണ്ടാക്കുന്ന പോലത്തെ ഒരു ഒച്ചയാണ്. കുട്ടിയൊക്കെ അവിടെ നിൽക്കാൻ പറ്റില്ല, അസ്വസ്ഥത ഉണ്ടാവും. അപ്പോൾ ഇൻഹ്യൂമനാന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒഴിവാക്കി. വേറെ ആർക്കും പ്രശ്നമില്ല, അവിടെയുള്ള ആർക്കും പ്രശ്നമില്ല, കുട്ടികൾക്ക് മാത്രം പ്രശ്നമുണ്ടാവും. ഡോഗ് വിസിൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. നമ്മൾ ഊതിയ കാറ്റ് മാത്രമേ കേൾക്കുള്ളൂ, നായ ഓടി വരും, നായക്കൊച്ച കേൾക്കും. അപരിമേയമായ ശബ്ദത്തെ പരിമിതമായ ശബ്ദമാക്കിക്കൊണ്ട് പ്രപഞ്ചത്തിലെ ആകാശ തത്വം എന്ന് പറയുന്നതിനെ ശബ്ദരൂപത്തിൽ പരിമിതമായി ഞാൻ സ്വീകരിക്കുന്നു. അപരിമേയമായ ഒന്നിനെ, ലിമിറ്റില്ലാത്ത ഒന്നിനെ, ലിമിറ്റ്ലെസ് ആയ ഒന്നിനെ ലിമിറ്റഡ് ആക്കി ഞാൻ സ്വീകരിച്ചു ശബ്ദരൂപത്തിൽ. ആരുടെ സഹായം വഴി? ചെവി എന്ന ഇന്ദ്രിയത്തിൻ്റെ സഹായം വഴി. ചെവി എന്ന ഇന്ദ്രിയം ഈ ചക്ഷു അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ പറയുകയാണെങ്കിലും ശ്രോത്രേന്ദ്രിയം എന്ന് പറയുന്നത് നമ്മുടെ മാംസ ചെവിയാണോ? അല്ല. ചെവിയുള്ള ഒരാൾക്ക് കേൾവി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ദ്രിയം എന്ന് വിളിക്കുന്നത് എന്താ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഇതല്ല ഇന്ദ്രിയം. പിന്നെന്താ? കേൾവി ശക്തി, കാഴ്ച ശക്തി, ഘ്രാണ ശക്തി അല്ലേ? സ്പർശന ശക്തി, ഗന്ധശക്തി. അങ്ങനെ രുചിക്കാനുള്ള ശക്തി, മണക്കാനുള്ള ശക്തി, സ്പർശിക്കാനുള്ള ശക്തി, കേൾക്കാനുള്ള ശക്തി. ഇങ്ങനെ ഈ 5ഉം എന്താണ്? ശക്തിയാണ്. ഈ 5ഉം ശക്തിയാണ്. അതുകൊണ്ടാണ് വേദാന്തികൾ പോലും എന്ത് പറയുന്നത്? പ്രപഞ്ചം ശക്തികാരിയാണ്. പ്രപഞ്ചം ശക്തികാരിയാണ്. തന്ത്രം അത് ആഴത്തിൽ പറയുന്നു. പ്രപഞ്ചം ശക്തികാരിയാണ്, ശിവകാരിയല്ല. ശിവനല്ല പ്രപഞ്ചത്തിൻ്റെ കൺട്രോളറും അല്ലെങ്കിൽ ക്രിയേറ്ററും. എന്താണ്? ക്രിയേറ്ററും അല്ല, പ്രിസർവർ അല്ല. പ്രിസർവ് ചെയ്യുന്ന ആളും ആരല്ല? ശിവനല്ല. ക്രിയേറ്റ് ചെയ്യുന്ന ആളും ശിവനല്ല. ആകെ ചെയ്യുന്നത് ഡിസോൾവ് ചെയ്യുന്ന പണിയാണ്. ഡിസോൾവ് ചെയ്യുന്ന പണി
ശിവനാണ് ചെയ്യുന്നത്. ക്രിയേഷനും അതിനെ നിലനിർത്തലും അതിൻ്റെ സസ്റ്റനൻസ് മെയിൻ്റനൻസ് ഒന്നും ആരുടെ പണിയല്ല, ശിവൻ്റെ പണിയല്ല. അതിനെ അനുഭവിക്കുന്ന ഒരാളായിക്കൊണ്ട് അകത്തിരിക്കുന്ന ആളാണ് ആര്? ശിവൻ. അയാൾക്ക് ഇതിൽ വേറെ റോളൊന്നുമില്ല. അയാൾക്ക് ഇതിൽ വേറെ റോളൊന്നുമില്ല. വരുന്നത് ഇങ്ങനെ കാണുക എന്ന് മാത്രമേ ഉള്ളൂ. കാഴ്ച കണ്ടു, കേൾവി കേട്ടു, സ്പർശനം അറിഞ്ഞു. അയാൾ ഇങ്ങനെ അത് അനുഭവിക്കുക മാത്രമാണ് ചെയ്യുന്നത് അകത്ത്. അപ്പോൾ നമ്മൾ വിചാരിക്കും കാഴ്ച കണ്ടാൽ അതിനോട് റിയാക്ട് ചെയ്യുന്നില്ലേ? ഇപ്പോൾ ഒരാൾ ഇവിടെ ഇരുന്ന്, നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുക, നിങ്ങൾ എന്നെ കൊഞ്ഞനം കാട്ടിയാൽ ഞാൻ റിയാക്ട് ചെയ്യൂലേ? ചെയ്യും. ചെയ്യാതിരിക്കാം, സ്വാഭാവികമായിട്ടും ചെയ്യും അല്ലേ? ഞാൻ കാണിച്ചാൽ നിങ്ങളും വിചാരിക്കും ഇയാൾ എന്തത് ഇങ്ങനെ കാണിക്കുന്ന, ഒരു പൊതുവേദിയിൽ വന്നിട്ട് കൊഞ്ഞനം കാട്ടുക എന്ന് നിങ്ങൾ ചിന്തിക്കൂലേ? ഇല്ലേ? അപ്പോൾ ചിന്തിക്കുമ്പോൾ അയാൾ കാഴ്ച കണ്ടിട്ട് അയാൾ റിയാക്ട് ചെയ്യാതിരുന്നില്ല, അയാൾ റിയാക്ട് ചെയ്തു. അപ്പം ഞാൻ എങ്ങനെയാണ് പറയുന്നത് ശരിയാവുക? കാഴ്ച കണ്ട അയാൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക? അയാൾ കാണുക മാത്രമെന്ന് പറയുക? അങ്ങനെയല്ല. അയാൾ കാണുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രതികരിക്കുന്നത് എങ്ങനെ? പ്രതികരിക്കുന്നത് മനസ്സാകുന്ന ഒരു സ്ഥലത്ത് ഇത് കൊണ്ടുവിട്ടപ്പോൾ ബുദ്ധിശക്തി അതിനോട് ഇടപെട്ടിട്ടാണ്. ബുദ്ധിശക്തി അതിനോട് ഇടപെട്ടിട്ടാണ്. ബുദ്ധി ശക്തി, മനഃശക്തി എന്നാണ് നമ്മൾ പറയാം. ബുദ്ധിശക്തി, മനഃശക്തി. ഇനി ഞാനിവിടുന്ന് കൊഞ്ഞനം കാട്ടിയാൽ നിങ്ങൾക്ക് അത് പ്രതികരിക്കാൻ തോന്നാൻ കാരണമാകുന്നത് നിങ്ങൾക്ക് അഹങ്കാരമുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് അഹങ്കാരം ഉണ്ടെന്നല്ലോട്ടെ ഞാൻ പറഞ്ഞ, എല്ലാവർക്കും ഉണ്ട് അഹങ്കാരം അല്ലേ? അഹങ്കാരം ഇല്ലാത്തൊരു മനുഷ്യന് പ്രതികരിക്കാൻ. അപ്പം എന്താ അഹങ്കാരം? അഹങ്കാരം എന്നെയാണല്ലോ ഇയാൾ കൊഞ്ഞനം കുത്തിയെന്ന് എനിക്ക് തോന്നുന്നുണ്ടാ. ഇത് ടി വിയിലാണ് ഞാൻ കൊഞ്ഞനം കുത്തിയെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാൻ തോന്നുമോ? ഇവിടെ ഒരു ടി വിയിൽ ഇങ്ങനെ വെച്ചിരിക്കുക, ഞാനിങ്ങനെ ക്ലാസ് എടുക്കുക, റെക്കോർഡറാണ് ആ ക്ലാസ്, ഇവിടെ ബീന ചേച്ചി പ്ലേ ചെയ്യാണ്. അപ്പം അതിൽ ഞാൻ അങ്ങനെ കൊഞ്ഞനം കാട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ എണീറ്റിട്ട് ഇങ്ങനെ പറയുമോ, രാമാനന്ദ് ഗോ ബാക്ക്, ഷട്ട് ഡൗൺ ദ ടി വി എന്നൊക്കെ പറയുമോ? നിങ്ങൾ എന്തുകൊണ്ട് പറയില്ല? അപ്പം നിങ്ങൾ അഹങ്കാരം പറയാണ്, അത് നമ്മളെ ആയിരിക്കണം എന്നില്ല കേട്ടോ. അയാൾ അവിടെ കണ്ട ആരും ആയിരിക്കും കൊഞ്ഞനം കാട്ടിയത്. ഇത് കുറേ ആൾക്കാർക്ക് വേണ്ടി റെക്കോർഡ് ചെയ്ത ഷോ ആയിരിക്കും. എന്നെ പർട്ടിക്കുലർലി കൊഞ്ഞനം കാട്ടി ആയിരിക്കില്ല. പക്ഷെ ഒരു സൂം ക്ലാസ് ആണെങ്കിലോ നിങ്ങൾക്ക് എന്ത് തോന്നും? ഇത് എന്നോടായി പറയുന്നത്, എന്നോടാണ് ഈ പറയുന്നത്. അപ്പം എന്നെ കൊഞ്ഞനം കാട്ടിയത്. അപ്പം എൻ്റെ അഹങ്കാര ശക്തി പോയിട്ട് എന്ത് പറയാണ്? എന്നോട് പ്രതികരിക്കണം എന്ന് പറയാണ്. അപ്പം മനഃശക്തി, ബുദ്ധിശക്തി, അഹങ്കാരശക്തി, ശബ്ദശക്തി, കാഴ്ചശക്തി, ഘ്രാണശക്തി, രസനാശക്തി, ഗന്ധശക്തി. എത്രണ്ണായി? 8. ഈ 8 എണ്ണമാണ് ആത്മാവിന് ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. കറങ്ങിക്കൊണ്ട് ആത്മാവിന് പ്രപഞ്ചം എന്ന ബോധത്തെ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾ എന്താണ്? ഈ 8 എണ്ണമാണ്. ഇതെല്ലാം ശക്തികളാണ്. ഇതെല്ലാം എന്താണ്? ശക്തികളാണ്. ഇതെല്ലാം ശക്തികളാണ്. ആർക്ക് ചുറ്റും നൃത്തം ചെയ്യുന്ന ശക്തികൾ? ആത്മാവാവുന്ന പുരുഷന് ചുറ്റും നൃത്തം ചെയ്യുന്ന ശക്തികൾ. ആത്മാവിന് ചുറ്റും, ശുദ്ധബോധത്തിന് ചുറ്റും നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 8 എണ്ണവും ഈ പണി എടുത്തിട്ടില്ലെങ്കിൽ അയാൾ വെറും ഒരു സാക്ഷി മാത്രം. അപ്പോഴും അയാൾ അതിനോട് പ്രതികരിക്കുന്നില്ല. ബുദ്ധിശക്തിയാണ് പ്രതികരിച്ചത്, മനഃശക്തിയാണ് പ്രതികരിച്ചത്, അഹങ്കാര ശക്തിയാണ് പ്രതികരിച്ചത്. അയാൾ അപ്പോഴും അതിനോട് പ്രതികരണം ചെയ്യുന്നില്ല. പക്ഷേ ആ ആളെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? അഹങ്കാരശക്തിയാണ് ഞാൻ, ബുദ്ധിശക്തിയാണ് ഞാൻ, മനഃശക്തിയാണ് ഞാൻ, അതുകൊണ്ട് അന്ധകരണമാണ് ഞാനെന്ന് ആധ്യാത്മികവാദികൾ എന്ന് പേര് കേട്ട പതഞ്ജലിയുടെ ഭാഷയിൽ വിവരദോഷികൾ തെറ്റിദ്ധരിക്കുന്നു. പതഞ്ജലി പറയുന്നത് ഭവപ്രത്യാനാം പ്രകൃതി ലയനാം എന്നാണ്. ആരാണോ ഞാൻ മനസ്സാണ്, ബുദ്ധിയാണ്, അഹങ്കാരമാണെന്ന് ചിന്തിക്കുന്നത്, ഞാൻ ഈ കേവലമായ ശരീരമല്ല, ഞാൻ എന്താണ്? ഞാൻ സൂക്ഷ്മ ശരീരമാണ്, ആത്മാവ് സൂക്ഷ്മമാണ് എന്ന് പറയുന്ന വിഡ്ഢികളെ
പതഞ്ജലി പറയുന്നത് പ്രകൃതിയിൽ ലയിച്ച് ഇങ്ങനെ കിടക്കുന്ന രക്ഷയില്ല, നീ കൈവല്യം ഉണ്ടാവുന്നില്ല. പിന്നെയോ ഞാൻ ദ്രവ്യോസ്മി എന്ന് പറയുന്ന ആൾക്കാർ, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അഹം സൂക്ഷ്മ ദേഹോസ്മി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അഹം ദ്രവ്യാസ്മി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ ദ്രവ്യമാണ്, ഞാൻ ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിതമാണ്. പഞ്ചഭൂതങ്ങളെ സംബന്ധിച്ചില്ലെങ്കിൽ അതിനെ കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഞാൻ ഫോസ്ഫറസ് ആണ്, സോഡിയാണ്, പൊട്ടാസ്യം എന്നൊക്കെ പറയും. യുക്തിവാദികൾ അത്രേ പണിയെടുക്കുന്നുള്ളൂ. അതിനെ സമഷ്ടി ആയിക്കൊണ്ട് പഞ്ചഭൂതം എന്ന് പറഞ്ഞു. യുക്തിവാദികൾ ഞാൻ ഫോസ്ഫറസ് ആണ്, ഞാൻ ഇത്ര ശതമാനം ഫോസ്ഫറസ്, ഇത്ര ശതമാനം അയൺ, ഇത്ര ശതമാനം മാഗ്നീഷ്യം, ഇത്ര ശതമാനം അങ്ങനെ പറയും. എത്ര വ്യത്യാസമുള്ളൂ. അൾട്ടിമേറ്റ്ലി ഞാൻ ദ്രവ്യമാണ്. ദ്രവ്യത്തിൻ്റെ ഒരു ഗുണം മാത്രമാണ് ഈ പറയുന്നത് എന്ത് ഇത്. അതൊരു ഒരു ഒരു ആകസ്മികത മാത്രമാണ്. നിങ്ങൾ ശരീരം ഇങ്ങനെ ഉണ്ടായി, അതുകൊണ്ട് ബ്രെയിനിൽ കുറേ കണക്ഷൻസ് ഒക്കെ ഉണ്ടായി, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അർത്ഥം ഉണ്ടായി, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിക്കാതിരിക്കാം. അതിന് എവല്യൂഷൻ്റെ പാരമ്പര്യമൊക്കെ പറഞ്ഞിട്ട് അതിനെ വധിക്കും. ഇവർ ഭൗതികവാദികളാണ്. അപ്പോൾ ഭൗതികവാദികളും ആധ്യാത്മികവാദികൾ എന്ന് പറയുന്ന മാനസികവാദികളും രണ്ടു പേർക്കും മുക്തിയില്ല. മുക്തിയുള്ള ആർക്കാണ്? ആത്മാവ്, ഈ ആധ്യാത്മികം എന്ന് വിളിക്കുന്ന ഈ അഷ്ടശക്തികളുടെ വലയം ഭേദിച്ച് അകത്ത് കയറിയവനാണ് ആര്? യഥാർത്ഥത്തിലുള്ള ജ്ഞാനി. ആ വലയം ഭേദിക്കൽ അത്ര എളുപ്പമല്ല. സാധാരണ മനുഷ്യനിടയ്ക്ക് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ അഹങ്കാരമല്ല, ബുദ്ധിയല്ല, മനസ്സല്ല, ശബ്ദം, സ്പർശ, രൂപ, രസ, ഗന്ധം, ഈ 5 അല്ല, ഈ 3 അല്ല, അങ്ങനെ 8 അല്ല എന്ന് പറഞ്ഞാൽ ഇതല്ലാത്തൊരു നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഉണ്ടോ? പരിചയമില്ല. നമുക്ക് പരിചയമില്ല. ഓഷോ പറയുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ അജ്ഞാതനാണ്. അയാളെ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു യാത്രയൊക്കെ ഒറ്റയ്ക്ക് പോയാൽ മതി. ഒരു യാത്ര ഹിമാലയത്തിലേക്കൊക്കെ ഒറ്റയ്ക്ക് പോവുക. ഹിമാലയത്തിലേക്ക് മനുഷ്യന്മാർ ഒറ്റയ്ക്ക് പോകുന്ന അതിനാ. ഒറ്റയ്ക്ക് പോണേ, ഇതും കൊണ്ട് പോരുത്. ഇത് എത്രയോ ആളെയും കൊണ്ടിട്ടാണ് പോകുന്നത്. ഇടയ്ക്ക് ആൾക്കാരോട് നമ്മൾ ചോദിക്കുക, നിങ്ങൾ ഒറ്റയ്ക്കാണോ കുളിച്ചത് എന്നാ. ഒറ്റയ്ക്കല്ല, ഞാനൊന്നും ഒറ്റയ്ക്കല്ല കുളിക്കൽ. കാര്യം എന്താ വെച്ചാൽ കുളിക്കാൻ പോകുമ്പോഴാണ് ലേഖനം എഴുതുക, പലതും പല പരിപാടികളും. അപ്പോൾ ഭാര്യ പറയും, ഇതങ്ങോട്ട് ഒഴിവാക്കി പോയാൽ ഞങ്ങൾക്കൊക്കെ കുളിക്കരുതെന്ന് പറയും. കാര്യം എന്താ? കംഫർട്ട് സ്റ്റേഷൻ. മനുഷ്യൻ ബുദ്ധിപരമായി ചിന്തിക്കുന്ന ഒരേ ഒരു സ്ഥലം കുളിമുറിയാണ് ലോകത്ത്. എനിക്ക് അതിലൊരു സംശയം ഉണ്ടായിരുന്നു. ചിന്മയാനന്ദൻ്റെ ലൈബ്രറി കാണുന്നവരെ. ഞാൻ സിദ്ധഗഞ്ചിൽ പോയി, ഹിമാലയത്തിൽ. അപ്പം ചിന്മയാനന്ദ സ്വാമിയുടെ സമാധി എവിടെയാണ്? ഞാൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. സമാധി എവിടെയാണ്? അപ്പം എനിക്ക് ആ മുറി ഒന്ന് തുറന്നു കാണാനുള്ളൊരു അവസരം കിട്ടി. ഞാൻ ആ മുറിയൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടപ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ റൂം, അദ്ദേഹത്തിൻ്റെ വാഷ്റൂം. അപ്പം എനിക്ക് അതൊരു താല്പര്യം. വേണ്ടാത്തൊരു വൃത്തിയുടെ താല്പര്യം കേട്ടോ. അങ്ങനെ ഉണ്ടാവേണ്ട ആവശ്യമില്ല. പക്ഷേ നന്നായി, എനിക്കിപ്പോൾ ഇവിടെ പറയാനായല്ലോ അത്. ഇല്ല ആരെങ്കിലും ഇത് പറയുമോ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയത്. ഞാൻ ആ വാഷ്റൂം ഒന്ന് തുറന്നു നോക്കി. അദ്ദേഹത്തിൻ്റെ ടോയ്ലറ്റ് അപ്പോൾ ഒരു യൂറോപ്യൻ ടോയ്ലറ്റാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ടോയ്ലറ്റിൻ്റെ മുകളിൽ ഒരു ഷെൽഫിൽ നിറയെ പുസ്തകം, ഭഗവത്ഗീതയൊക്കെ ഉണ്ട് അവിടെ. ഭഗവത്ഗീത ഉണ്ടോ അറിഞ്ഞൂടാ കേട്ടോ, അതുപോലത്തെ പുസ്തകങ്ങളുണ്ട്. ഇനി അവിടെ പോയിട്ട് ആരെങ്കിലും ഫോട്ടോ എടുത്തിട്ട് ഭഗവത്ഗീത മാത്രമില്ല രാംജി എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ഉപദ്രവം. ശരി, അപ്പം അങ്ങനത്തെ പുസ്തകങ്ങൾ. അപ്പം അദ്ദേഹം ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ചതൊക്കെ എവിടെയാണ്? കാരണം ലോകത്ത് ഇത് അല്ലെങ്കിൽ ഇതിന് കംഫർട്ട് സ്റ്റേഷൻ എന്ന് വിളിക്കാൻ കാരണം എന്താ? അല്ലെങ്കിൽ കംഫർട്ട് സ്റ്റേഷൻ എന്ന് വിളിക്കണ്ടല്ലോ. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴാണ് യഥാർത്ഥത്തിൽ തനി കൊണം ഒരു മനുഷ്യൻ കാണിക്കുക. ഒരു കണ്ണാടി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ജില്ലാ ജഡ്ജി വരെ കൊഞ്ഞനം കാട്ടുകയും സോപ്പിൻ്റെ കുമള ഊതി വിടുകയും പൊട്ടിക്കുകയും വെള്ളത്തിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പൈപ്പ് തുറന്ന് ഇങ്ങനെ വെട്ടാൻ നോക്കുക. എത്ര ചെറിയ കുട്ടിയാൽ മുതൽ ചെയ്യുന്ന പരിപാടി അത് ഇപ്പോഴും ചെയ്യുന്നില്ലേ? വെള്ളം ഇങ്ങനെ വെട്ടി നോക്കുകയും ഒക്കെ ഈ പ്രായത്തിലും ചെയ്യുന്നുണ്ടാവും നമ്മളൊക്കെ സ്വസ്ഥമായിട്ടുണ്ടെങ്കിൽ. ഇപ്പം ഇതുള്ളതുകൊണ്ട് അതൊന്നും പറ്റില്ല. എവിടെയോ നമ്മുടെ ഉള്ളിൽ ആനന്ദവാദിയായ ഒരാളുണ്ട്. അയാൾ എല്ലാവിധ ശ്രദ്ധയിൽ നിന്ന് മാറിയാൽ, അവനവൻ്റെ തന്നെ അഭിനയത്തിൽ നിന്ന് മാറിയാൽ അതൊരു ആനന്ദവാദിയാണ്. അത് സന്തോഷമായിട്ട് തുള്ളിക്കളിക്കാനും ഒക്കെ താല്പര്യപ്പെടുന്നുണ്ട്. മഹാത്മാക്കളായിട്ടുള്ള ഒരുപാട് പേര് അവരുടെ കുളിമുറിയിൽ നിന്നാണ് വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയെന്നൊക്കെ പറയാറുണ്ട്. യുറേക്കേൻ്റെ കഥ നമുക്ക് എന്തായാലും അറിയാം. ഇത് പ്രസിദ്ധമായിട്ടുള്ളൊരു കഥയാണ്, പക്ഷേ സത്യമാണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ തൽക്കാലം കേൾക്കാൻ വേണ്ടി പറയാം.